നമസ്കാരം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏത് ചൂടാണ് കൂടുതൽ ചൂടുന്നത്? ഇലക്ഷൻ ചൂടാണോ അതോ വേനൽക്കാലത്ത്? ഇലക്ഷൻ ചൂടുള്ളതുകൊണ്ട് മറ്റു ചൂടൊന്നും ഒന്നും അറിയുന്നില്ല. ഓക്കെ, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ നിന്ന് വളർന്ന് ഇന്നിതാ ഒരു വടക്കാഞ്ചേരിയുടെ ഒരു MLA കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. എന്താണ്, ഹൗ ഡു യു ഫീൽ നൗ? ഞാൻ എപ്പോഴും വടക്കാഞ്ചേരിക്കാരനാണ്. എന്നും വടക്കാഞ്ചേരിയുടെ സ്പന്ദനത്തോടൊപ്പം നിന്നിട്ടുള്ള വ്യക്തിയാണ്. വടക്കാഞ്ചേരിയിലെ സാധാരണ നമ്മുടെ പൂരങ്ങൾ, ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ ഭാരവാഹിയാണ് ഞാൻ. അതുപോലെ നമ്മുടെ വടക്കാഞ്ചേരി ഫറോണ പള്ളിയുടെ നത്താലി ഫെസ്റ്റിൻ്റെ ഭാരവാഹിയാണ് ഞാൻ. അങ്ങനെ എല്ലാ തന്നെയാണ് നമ്മളെന്നും ഒരു ലോക്കൽ വടക്കാഞ്ചേരിക്കാരനാണ്, അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. അതെ, ഒരു 4 വിഭാഗമായിട്ട് ഞാൻ വടക്കാഞ്ചേരിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇൻഡസ്ട്രി, ടൂറിസം, മെഡിക്കല്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, അതുപോലെ കൾച്ചർ ഭാഗങ്ങളില് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക? ഇപ്പോ നിങ്ങളൊരു MLA ആയിട്ട് മത്സരിച്ച് വരികയാണെങ്കിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക? വടക്കാഞ്ചേരിയിൽ ഈ പറഞ്ഞ 5നും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതും പ്രത്യേകിച്ച് റെയിൽവേ കോറിഡോറും കൂടി വരുന്ന ഒരു ടൂറിസം പ്രോജക്റ്റുകൾ. ഇപ്പോൾ ടൂറിസം പ്രോജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ എവിടേക്കാണ് പോരായ്മകൾ തോന്നുന്നത്? എന്തൊക്കെ പരിഹരിക്കും? ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ടൂറിസം രംഗത്ത് വടക്കാഞ്ചേരിക്ക് അതിൻ്റേതായിട്ടുള്ള സംഭാവനകൾ നൽകാൻ സാധിക്കുന്ന പ്രോജക്റ്റാണ് വാഴാനി, അതുപോലെ ചെപ്പാറ, അതുപോലെ തൂമാനം വെള്ളച്ചാട്ടം, അതുപോലെ പൂമല ഡാം, വിലങ്ങൻകുന്ന്, ചാത്തഞ്ചിറ ഉൾപ്പെടെ നമുക്ക് 6ഓളം 7ഓളം പ്രോജക്ട്സുകൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഇടം നമ്മുടെ വടക്കാഞ്ചേരിയിലുണ്ട്. പക്ഷേ ഇതൊന്നും ഇതുവരെയും ഉപയോഗപ്പെട്ടിട്ടില്ല, ആരും ഉപയോഗിച്ചിട്ടില്ല. ആകെ വാഴാനിയിൽ മാത്രമാണ് അടിക്കടി എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പുതിയ ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കാലഘട്ടം മാറി, ആളുകളുടെ അഭിരുചി മാറി. അതിനനുസരിച്ച് ടൂറിസം ഡെവലപ്മെൻറ്റ് ഈ മേഖലയിൽ ഉണ്ടാവണം. ഈ മേഖല കേന്ദ്രീകരിച്ച് ടൂറിസം സർക്യൂട്ടുകൾ രൂപീകരിച്ച് കണക്റ്റിംഗ് ബസ്സുകളിട്ട് ഇവിടേക്ക് ആളുകൾക്ക്, സാധാരണക്കാർക്ക് ഏറ്റവും അധികം ആശ്രയിക്കാവുന്ന ടൂറിസം പദ്ധതികളാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഡസ്ട്രി മേഖല എടുത്തു കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ അത്താണി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുണ്ടൂര് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. പക്ഷേ വടക്കാഞ്ചേരി തൃശ്ശൂർ പട്ടണത്തിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ വടക്കാഞ്ചേരി. നിങ്ങൾ ഈ വരുന്ന വഴിക്ക് കെൽട്രോൺ എന്ന് പറയുന്ന കേരളത്തിന് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള, എന്തിനു കൂടുതൽ പറയുന്നു, ഇലക്ട്രോണിക് മെഷീൻ അടക്കം കേരളത്തിൽ അസംബിൾ ചെയ്തിരുന്ന കേന്ദ്രമാണ് കെൽട്രോൺ. ഇന്ന് ആ കെൽട്രോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് പരിതാപകരം എന്നല്ല, അവിടെ കാട് പിടിച്ച് നമുക്ക് കണ്ട വിഷമം തോന്നും. ഇത്രയും ഏക്കർ കണക്കിന് ഭൂമി ഒരു ഉപയോഗമില്ലാതെ, അതും ഈ ഹൈവേയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭൂമി. തീർച്ചയായും നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആ കെൽട്രോണിൻ്റെ ഭൂമി അനാവശ്യമായുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അവിടെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്ക് അനുസൃതമായിട്ടുള്ള സെസ്സോട് കൂടിയിട്ടുള്ള നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികളും അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് വില്ലേജാണ് നമ്മൾ ആ മേഖലയിൽ ഉദ്ദേശിക്കുന്നത്. പുതിയ ചെറുപ്പക്കാർക്ക് അവർക്ക് ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്ന രീതിയിൽ സെസ്സിൽ ഉൾപ്പെടുത്തി അവർക്ക് സബ്സിഡൈസ് ചെയ്ത് ചെറുപ്പക്കാരെ മൈഗ്രേറ്റ് ചെയ്യാതെ ഇവിടെ തന്നെ നിർത്താനുള്ള ഒരു തന്ത്രം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർ എൻ്റെ കൂടെയുള്ള ഒരു 75% ആളുകളും അവർ വിദേശത്താണ്. അത് മുമ്പ് ദുബായ് ഉൾപ്പെടെ നമ്മുടെ മറ്റ് UAE ഉൾപ്പെടെ അങ്ങനെയുള്ള കൺട്രീസിലായിരുന്നെങ്കിൽ ഇപ്പോൾ അവരെല്ലാം UK-യും US ഒക്കെയാണ്. നാളെ അവർ തിരിച്ചു വരുമെന്ന് പോലും തിരിച്ചു വരാനുള്ള ഒരു സാധ്യത വൈശാഖ് തുറന്നിടുകയാണ്. അത് നമ്മൾ നമ്മൾ ഈ സെസ്സിൽ ഉൾപ്പെടുത്തി അവിടെ ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ എന്റർപ്രനേഴ്സ് ഉണ്ടാവും. അവിടെ ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാവും. ഏറ്റവും മിനിമം ഒരു 5000 പേർക്ക് IT മേഖലയിൽ തൊഴിൽ നൽകാൻ സാധിക്കുന്ന ഒരു ഇടമായി കെൽട്രോണിന്റെ ഭൂമി മാത്രമാണ് 100% വാഗ്ദാനമല്ല, നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്, നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അല്ല, നമ്മൾ ഈ 5 വർഷത്തെ നമ്മൾ ഒരു മാൻഡേറ്റ് ആണ് ചോദിക്കുന്നത്. 5 വർഷത്തെ മാൻഡേറ്റ്. ആ മാൻഡേറ്റിൽ ഇത് നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം. ജനങ്ങൾക്ക് എന്നെ ഇനി വൈശാഖിൻ്റെ പ്രവൃത്തി ഈ വടക്കാഞ്ചേരിക്ക് വേണ്ടാന്ന് പറയാം, എന്നെ തോൽപ്പിക്കാം. അതിനുള്ള അവകാശം അവർക്കുണ്ട്. നമ്മളൊരു മാൻഡേറ്റാണ് ചോദിക്കുന്നത്. വടക്കാഞ്ചേരിയിലെ ഏതൊരു ചെറുപ്പക്കാരനെയും പോലെ വടക്കാഞ്ചേരി നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്നേ, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരി, ഒരു ചെറുപ്പക്കാരൻ്റെ രീതിയിൽ പറഞ്ഞു, ഒരു മുതിർന്ന രാഷ്ട്രീയക്കാരൻ്റെ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ പോരായ്മകൾ എന്തൊക്കെയാണ്?
കഴിഞ്ഞ 5 വർഷത്തെ സാധാരണ നടക്കുന്ന റോഡ് ടാറിങ്ങും കാനപണിയും അല്ലാതെ ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു. ഒരു റോഡ് വിവരാവകാശ നിയമം എഴുതി വാങ്ങിയിട്ടുള്ള തെളിവ് സഹിതമാണ് ആൾ പറയുന്നത്. ഒരു റോഡ് ടാർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് പാസ്സാക്കിയും കാര്യങ്ങൾ ചെയ്തു. എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്? അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ അവിടെ പറഞ്ഞപ്പോഴാണ്. അദ്ദേഹം വിവരാവകാശ പ്രവർത്തനാണ്. അദ്ദേഹം അങ്ങനെ സജീവമായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ. റോഡ് ടാർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു അഴിമതി നടത്തി എന്നുള്ള രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളൊരു സംസാരങ്ങളാണ് വരുന്നത്. അത് വിവരാവകാശ രേഖ എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കണം, വിജിലൻസിങ് കൊടുക്കണം. സ്വാഭാവികമായിട്ടും അതിനൊക്കെ അവർക്ക് പൂർണ്ണ പിന്തുണ നമ്മൾ നൽകും. കാരണം അഴിമതി അത് വെച്ച് ഉറപ്പിക്കാൻ സാധിക്കില്ല. അത് എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ സാധിക്കും. നമ്മുടെ തലമുറ ഏറ്റവും അധികം മിസ്ലീഡ് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് പൊളിറ്റിക്സും അതോടൊപ്പം തന്നെ ഡ്രഗ്സും. ഇതിന് എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം? ഡ്രഗ്സ് ഇല്ലാതെയാക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല കളിയിടങ്ങൾ ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ നല്ല കളിയിടങ്ങളുണ്ടോ? കളിക്കാനുള്ള ഗ്രൗണ്ടുകളില്ല. നമ്മുടെ നാട്ടിൽ നല്ല കളിയിടങ്ങളില്ല. ആ കളിയിടങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. മഴക്കാലത്ത് കളിക്കാൻ സാധിക്കുന്ന നല്ല ഡ്രെയിനേജോടുകൂടി വെള്ളം വീണാൽ ആ വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിൽ നല്ല കളിയിടങ്ങൾ, അതും വടക്കാഞ്ചേരി നഗരസഭ മാത്രമല്ല മറ്റേഴ് പഞ്ചായത്തും ഉൾപ്പെടെ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോടും ചേർന്ന് 9 സ്ഥലങ്ങളിൽ നല്ല കളിയിടം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കളിയിടം സൃഷ്ടിക്കുന്നതോടെ ഡ്രഗ്സ് ഫ്രീ സൊസൈറ്റി കണക്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ടും കളിയിടം സൃഷ്ടിച്ചാൽ ആ കളിയിടം മാത്രമല്ല അവിടെ ഓപ്പൺ ജിമ്മോട് കൂടി അവിടെ നടക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാർ മുമ്പത്തെ പോലെ നമ്മുടെയൊക്കെ തലമുറയിൽ ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്ന പോലെ അവരെല്ലാം സ്പോർട്സിലേക്ക് കൂടുതൽ ശ്രദ്ധ കളിക്കളങ്ങൾ സജീവമാകുന്നതിലൂടെ ഡ്രഗ്സ് ഫ്രീ സൊസൈറ്റി യങ്സ്റ്റേഴ്സിനോട് എന്താണ് പറയുന്നത്? അതോടൊപ്പം തന്നെ ഇത്രയും തിരക്കുള്ള സമയമാണ്, ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെച്ചതിൽ വളരെയധികം സന്തോഷം. ലാസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു വടക്കാഞ്ചേരി MLA ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുക? ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും ഈ നാട്ടിലെ കുട്ടികൾക്കും അതുപോലെ അമ്മ പെങ്ങന്മാർക്കും വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഉറപ്പ് നൽകുക. അത് നമ്മുടെ പ്രകടന പത്രിക നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവും. വടക്കാഞ്ചേരിക്ക് വേണ്ടി നമ്മളൊരു കോൺക്ലേവും അതുപോലെ പ്രകടന പത്രികയും നിർമ്മിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ എന്താണ് പറയാനുള്ളത്? വടക്കാഞ്ചേരി മാറും. ആ മാറ്റം ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന പോലെ, പുതിയ തലമുറ ആഗ്രഹിക്കുന്ന ആ മാറ്റം വടക്കാഞ്ചേരിയിൽ ഉണ്ടാകും. ഇത് ഉറപ്പാണ്, വാഗ്ദാനമല്ല. വൈശാഖിലൂടെ തന്നെ സംഭവിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും.